സച്ചും കൂടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കാണ് കേട്ടോ. എവിടെ പോണേ? വീനീനെ വാങ്ങിക്കാം. വാട്ട്? വീനി. സച്ചുവിന് ഒരു ഫിഷിനെ വാങ്ങണം എന്ന് കുറേ നാളായിട്ട് പറയാണ്ട്. അപ്പോൾ സച്ചു ഇന്ന് സാറ്റർഡേ ആണ്, ഓഫാണ്. അപ്പോൾ ഇന്ന് തന്നെ വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോവാണ്. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ട് എൻ്റെ കൈ നോക്കൂ. പവർ വരട്ടെ. ഞാനൊരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആറ്റും നോറ്റി ഞാനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ വാച്ച് വാങ്ങണമെന്ന് വിചാരിച്ചത്, പിന്നെ ഐഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബോട്ടിൻ്റെ വാച്ചാട്ടോ വാങ്ങിയത്. ബോട്ടിനാണല്ലോ നല്ലല്ലേ, ബോട്ട് നല്ല കമ്പനി ആട്ടോ. 3500 ആട്ടോ ഇതിൻ്റെ പ്രൈസ്. എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള വാച്ചൊക്കെ വാങ്ങി ഇതാ സെറ്റായിട്ട് പോവാണ്. സച്ചു എൻ്റെ വാച്ചൊക്കെ കിട്ടി നിൽപ്പുണ്ട്. കാണിച്ചു കൊടുക്കും. സച്ചുവിന് ഞാൻ വാങ്ങിക്കൊടുത്ത വാച്ചൊന്നും കെട്ടണില്ല. എന്നിട്ട് എൻ്റെ വാച്ച് എടുത്ത് അടിച്ചു മാറ്റി കെട്ടിയിട്ടുണ്ട്. അത് പണ്ടൊട്ടേ അല്ല കേട്ടോ, പണ്ടൊട്ടേ അല്ലാണ് ഈ അടിച്ചു മാറ്റുള്ള സ്വഭാവം. അപ്പോൾ ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. സച്ചുവിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ആക്ച്വലി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവരും പരാതി പറയാണ് വീഡിയോ ഇടുന്നില്ല. അപ്പം ഞാൻ എന്തായാലും പരാതി തീർക്കാൻ തന്നെ വിചാരിച്ചു. ഞാനിനി എവിടെ പോയാലും എന്ത് ചെയ്താലും ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ വിചാരിക്കാം കേട്ടോ. അങ്ങനെ വീഡിയോ ഇനി നിങ്ങൾ പറയും വീഡിയോ ഇടണ്ടെന്ന് പറയണം കേട്ടോ. അതുവരെ ഞാനിനി വീഡിയോ ഇട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ പുതിയ തീരുമാനം. അപ്പോൾ അതാ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇനി പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മൾ കാണിക്കാം. അതന്നെ, ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം. എന്താണ് ചെയ്യാൻ പോണത്, എന്താണ് വാങ്ങാൻ പോണത്. എനിക്ക് ഇങ്ങനെ ഒരു ബൗള് വേണം, എന്നിട്ട് അതിൻ്റെ അകത്ത് കല്ല് വേണം, പിന്നെ നല്ല ഭംഗിയുള്ള വേണം, ഒരു ഫിഷ് വേണം, അത്രേ ഉള്ളൂ. മണി പ്ലാന്റ് വെക്കണം. പിന്നെ സച്ചുവിന്റെ അങ്ങ് ട്രീറ്റ് ഉണ്ട്. സച്ചു ഞാനില്ലാത്തപ്പോ ഇവിടെ എല്ലാവർക്കും ട്രീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് സച്ചുവിന്റെ വക ട്രീറ്റ് ഉണ്ട്. സച്ചു ഇന്ന് എനിക്ക് വയറ് നിറച്ച് എന്തൊക്കെ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും കഴിക്കും, പൈസ അയ്യടി. അപ്പോൾ അതാ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ കേട്ടോ. ഇവായും ഉമ്മച്ചിയൊക്കെ അപ്പുറത്താട്ടോ. ഇവ അപ്പുറേ കളിക്കാൻ പോയിട്ടുണ്ട്. ഇവായി കണ്ണു വെട്ടിച്ച് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിൽ അവൾ കൂടെ വരാൻ നിൽക്കും, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ലിസ്റ്റുമായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എന്തായാലും മുങ്ങട്ടെ. ആദ്യം തന്നെ സച്ചുവിന് ഫിഷിനെ വാങ്ങാനുള്ള ഒരു ഷോപ്പിലോട്ടാട്ടോ പോയത്. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണെങ്കിൽ ഒരുപാട് ടൈപ്പിലുള്ള ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സച്ചുവിന് ഇങ്ങനത്തെ ഫിഷൊന്നും അല്ല വേണ്ടത്, അവൾക്ക് ജസ്റ്റ് റൂമിൽ വെക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു ബൗളിൽ വെക്കാനായിട്ടാണ് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഈ ഒരു ഫൈറ്റർ ഫിഷിനാണോ നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ആണെങ്കിലും കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. വേണ്ടേ സച്ചുവിന് ആക്ച്വലി എല്ലാ ഫിഷിനെയും കൂടെ കണ്ടിട്ട് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഉമ്മച്ചിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു റെഡും ബ്ലൂ കളറിലുള്ള ഈ ഒരു ഫിഷിനെ നല്ല ഇഷ്ടമായി. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളറിലുള്ളതിനെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതിലേത് വാങ്ങണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഫൈനലി ബ്ലൂ കളർ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ബൗളിലേക്ക് ഇടാനായിട്ടുള്ള കുറച്ച് പെബിൾസും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഷോപ്പിൽ ഫിഷ് മാത്രമല്ല കേട്ടോ, ബേർഡ്സും അതുപോലെ മുയലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ അകത്തോട്ട് നോക്കിയപ്പോൾ ജസ്റ്റ് കണ്ടാണ്ട് ഈ ഒരു ബേർഡ്സ് ഒക്കെ കിടക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഷോപ്പ് വരുന്നത് റൈബാൻ ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആണോ. എൻ്റെ വെഡിങ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എൻ്റെ കല്യാണം കഴിഞ്ഞത് റൈബാൻ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഫിഷൊക്കെ വാങ്ങി ഫിഷിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവള് പെബിൾസും അതുപോലെ തന്നെ ഫുഡും എല്ലാം കൂടെ വാങ്ങിയിട്ടതാ. എത്രയാണ്? 350. കുഴപ്പമില്ല, 350ക്ക് എല്ലാം. അങ്ങനെ അതാ ഇനിയിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ടൗണിലോട്ട് പോകണം, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു സ്വർണ്ണക്കടയിലായിരുന്നു കേട്ടോ. അതായത് ഇവാടെ അരിഞ്ഞാണം കുറച്ച് നീളം കൂട്ടണമായിരുന്നു. അവൾക്ക് അരിഞ്ഞാണം നല്ല ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് നീളം കൂട്ടിക്കാൻ വേണ്ടിയിട്ട് സച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബിസ്മിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ സച്ചുവിന് ബർഗർ ഉണ്ടാക്കണമെന്ന് 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്
ബിസ്മിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിയില്ല, 1-2 സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും മസാഡോടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാൻ ഇവരിടയ്ക്കൊക്കെ പോകാറുണ്ട്. അതുമ്പത്തി കുറച്ചും കൂടി പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ നല്ല ക്രൗഡ് കാണുന്നുണ്ട്, പോയി നോക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഈ ഒരു കാന്താരി അൽഫാമാണ് കേട്ടോ. എന്റെ ചെലവാ കഴിച്ചത്. കാന്താരി അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്. സത്യം ചെലവാന്ന് പറയാതിരിക്കുന്നുണ്ട്, ബില്ലടയ്ക്കുമ്പോൾ അറിയാനായിട്ട് കാശ് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഈ ഒരു അൽഫാം ശരിക്കും ഭയങ്കര സ്പൈസി ആണ് കേട്ടോ. അതായത് ഈ ഒരു കാന്താരി മുളക് ഇങ്ങനെ അരച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ സ്പൈസി ഫുഡൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ടേസ്റ്റ്. നമുക്കിങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും കേട്ടോ അത് കഴിക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു അപാര ടേസ്റ്റാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അവർ ജ്യൂസ് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാണ്. ഞങ്ങൾ അപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ പണി കിട്ടിയത് ഇതുകൊണ്ട് തന്നപ്പോഴേ അവരെ ചോദിച്ചതിന് ഉദ്ദേശം മനസ്സിലായിരുന്നു. മാസ്ക് മാറ്റൂ, മാസ്ക് ഇട്ട് ഭക്ഷണം കഴിക്കണം സച്ചു. സച്ചു മാസ്ക് ഇട്ടതിന് 2 ഉണ്ട് ഉദ്ദേശം. കൊറോണ അവർക്ക് വലിയ വിഷയമല്ല. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവട്ടെ എന്താണ് സച്ചു ഇന്ന് മാസ്ക് ഇട്ടോണ്ടിരിക്കണതിന്റെ റീസണ്. അങ്ങനെ ഞാനും സച്ചുവും കൂടി ഈ ഒരു അൽഫാം മുഴുവൻ തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫുള്ള് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഫാമൊക്കെ കഴിച്ച് തീരാറായപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കൊതി വരും കേട്ടോ. ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് നല്ല രസമാണ് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അൽസാഡോയിലൂടെ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ലോഡഡ് ഫ്രൈസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചിക്കനും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചീസും എന്തൊക്കെയോ കൂടെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഇത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 130 റുപ്പീസ് ആണ്. പക്ഷേ 130 റുപ്പീസിന് ശരിക്കും ഒരാൾ കഴിക്കുകയാണെങ്കിൽ വയറ് ഫുള്ളും നിറയാനുള്ള അത്രയും ഉണ്ടായിരുന്നു. അതന്നെ, ഒരാൾക്ക് കഴിക്കാൻ പറ്റൂല, അത്രത്തോളം തരുന്നുണ്ട്. അത്ര ക്വാളിറ്റി ക്വാളിറ്റി ഇവിടുത്തെ ഫുഡ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഒരു ആംബിയൻസും പൊള്ളി തന്നെയാണ്. മിക്ക ദിവസവും ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതായത് മിക്ക ദിവസവും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഫുഡ് കഴിക്കുമ്പം ആ ഒരു മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ലൈവായിട്ട് നമുക്ക് മ്യൂസിക്കൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം. ആ ഒരു ഫീലൊന്നും വേറെ തന്നെയാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഫുള്ളിങ്ങനെ എന്താ പറയുക ചെടികളൊക്കെ വെച്ചിട്ട് ആ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ അടിപൊളി തന്നെയാണ്. നമുക്കൊരു വൈകുന്നേരം കുറച്ച് നേരം വന്നിരുന്ന് എന്താ പറയുക എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. ഫുഡ് കഴിച്ചിട്ടോ ഭയങ്കര ഹെവി ആയിപ്പോയി. അധികം ഒന്നും ഓർഡർ ചെയ്തില്ല. ഒരു അൽഫാമും അതുപോലെ തന്നെ ലോഡഡ് ഫ്രൈസും അത്രേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ വയറ് നിറഞ്ഞു കേട്ടോ. അടിപൊളിയാട്ടോ ഇവിടുത്തെ. എന്താ പറയുക, നമ്മളിവിടെ എപ്പോഴും വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ അവർ കടയുള്ളൂ. അതല്ല ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമല്ല, കാരണം ഇവിടുത്തെ ഫുഡ് അത്ര അടിപൊളിയാട്ടോ. ഞങ്ങളപ്പോൾ ആ ഉമ്മച്ചിക്കും പപ്പാക്കും ഇവാക്കുള്ളതൊക്കെ പാഴ്സലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. വീനീനെ വെള്ളത്തിയിടണം. അതന്നെ. എന്താണ് പേരെന്താണ്? വീനി പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. ഉമ്മച്ചിയും പപ്പായും ഇവക്കുട്ടി എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാന്താരി അൽഫാം അവരൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്.
അത് കഴിഞ്ഞിട്ട് സച്ചു ആ ഒരു ബൗള് സെറ്റ് ചെയ്യാൻ കേട്ടോ. അതിൽ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കായിരുന്നേ. ഞങ്ങളിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഫിഷിനെ വാങ്ങുന്നത്. അതായത് നമുക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ ചെറുതായിരുന്ന ടൈമിൽ നമുക്ക് വലിയ അക്വേറിയം കുറേ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത് ഭയങ്കര ക്രേസ് ആയിരുന്നു. പിന്നെ ആ ഒരു ഇഷ്ടം അങ്ങോട്ട് പോയി. പിന്നെ അങ്ങനെ അക്വേറിയം ഉണ്ടായില്ല. അക്വേറിയം ഒക്കെ ഞങ്ങൾ ഇപ്പോഴും അച്ഛൻ്റെ മേലെ ഇരിപ്പുണ്ട്, നമ്മുടെ പണ്ടത്തെ അക്വേറിയം ഒക്കെ. അപ്പോൾ ഈ ഒരു ബൗളിൽ ഈ ഒരു മണി പ്ലാന്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഫിഷ് ചാടിപ്പോകാനുള്ള സാധ്യതകളൊന്നും ഇല്ല. അപ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അങ്ങനെ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് സച്ചുൻ്റെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. സച്ചുൻ്റെ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സച്ചുന് വർക്ക് ചെയ്യുമ്പം ഈ ഒരു ഫിഷിനെ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിട്ട് അതിനെ കൊണ്ട് റൂമിൽ വെക്കുന്നുണ്ട്. എന്താണ് അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രിയും കൊട പിടിക്കുമെന്ന് പറഞ്ഞ പോലെ സച്ചു ആ രാത്രി ഇരുന്നിട്ട് ലാപ്ടോപ്പും കുത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ റെഡി ആകും, വർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാന്ന് നോക്കിയതാ. സച്ചുവിന് കളിക്കാൻ കൂട്ടുകാരി ആയിട്ടാ. കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ സച്ചു? പക്ഷെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനൊന്നും കൊണ്ടുപോയാൽ വന്നക്കച്ചി